ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കോവിഡ് മഹാമാരി എന്ന് പറയുന്ന ഒരു വലിയ വിപത്തിനെയാണ്. അപ്പം ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ളൊരു മാർഗമാണ് കോവിഡ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ വാക്സിനേഷൻ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എടുത്തിരിക്കുക. അപ്പം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇപ്പം വാക്സിനേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരും ഇത് എടുത്തിരിക്കേണ്ടതാണ്. വാക്സിൻ 2 ഡോസും സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അത് ഫസ്റ്റ് ഡോസിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ഡോസിന് മറ്റൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പം ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാം, നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ജിമിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മല്ലു ടോക്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ടതാണ്. അപ്പം ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമുക്കെങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. വാട്സപ്പിൽ നിങ്ങൾക്കൊരു നമ്പർ ഞാനിവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക. അതിനുശേഷം ഫോണിൽ ചെല്ലുക, വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങൾ ഏത് പേരിലാണോ അത് കൊടുത്തിരിക്കുന്നത് ആ പേരിവിടെ സെർച്ച് ചെയ്യുക. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ്. അത് ഓപ്പൺ ചെയ്യുക. വരുന്ന ഈ ഒരു ഇൻ്റർഫേസിൽ അല്ലെങ്കിൽ സാധാരണ ഏതൊരു ചാറ്റും പോലെ തന്നെ ഒരു ഒഫീഷ്യൽ അക്കൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആദ്യം മെനു എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, മെനു എന്ന് മാത്രം. അപ്പോൾ നമുക്കിവിടെ ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും. ഇവിടെ പല ഓപ്ഷൻസും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിപ്പോൾ വാക്സിനേഷൻ്റെ ആയതുകൊണ്ട് ഞാൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷനായ വാക്സിനേഷൻ സെൻറ്റർ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് FAQ രണ്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു മെസ്സേജ് തുറന്നു വരുന്നതായിരിക്കും. അപ്പോൾ ആ മെസ്സേജിൻ്റെ അകത്തുനിന്ന് കോവിഡ് വാക്സിനേഷൻ ഒതൻറ്റിക് ഇൻഫർമേഷൻ ഡൗൺലോഡ് കോവിൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൽ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, ഈ 3 എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴുള്ള നമ്പറിലേക്കായിരിക്കും OTP വരുന്നത്. അതായത് ഏത് നമ്പറിലാണോ നമ്മൾ വാക്സിൻ എടുക്കുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ നമ്പർ നമ്മളിവിടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ 3 എന്ന് മാത്രം ടൈപ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്കായിരിക്കും, അതായത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കായിരിക്കും ആ OTP വരുന്നത്. വേറെ ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വ്യക്തിയുടെ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ നമ്പർ വെച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മളവിടെ 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ആ വ്യക്തിയുടെ ഫോൺ നമ്പർ അടിക്കുക. കൺട്രി കോഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ തന്നെ ഞാൻ അവിടെ അടിക്കുകയാണ്, 95 62 27 52 44. അതിനുശേഷം സെൻഡ് അമർത്തുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു OTP വരും. ആ OTPയുടെ നമ്മളിവിടെ കോപ്പി ചെയ്യേണ്ടതാണ്. കോപ്പി ചെയ്തു വാട്സപ്പ് വീണ്ടും തുറക്കുന്നു. അതിനുശേഷം നമ്മളുടെ OTP ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, മെസ്സേജ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിനകത്ത് ആ ഫോൺ നമ്പറിൽ 4 പേരുടെ ഒരു ഫോൺ നമ്പറിൽ 4 വ്യക്തികളുടെ പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. 4 പേര് നമുക്ക് ആ ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫോൺ നമ്പറിൽ എൻ്റെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒരാളുടെ പേര് മാത്രമേ ഞാൻ അതിനകത്ത് എൻ്റർ ചെയ്തിട്ടുള്ളൂ, എൻ്റെ പേര് മാത്രമാണ്. അപ്പോൾ അത് അതിനകത്ത് വരും. അപ്പോൾ ആ വ്യക്തിയുടെ നേർക്ക് കാണുന്ന നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പം എൻ്റെ 1 ആയതുകൊണ്ട് ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുത്തുകൊണ്ട് നോക്കാവുന്നതാണ്. ഓക്കെ, കോവിഡ് സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് പ്രിൻ്റ് എടുക്കാം. വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് നമുക്ക് ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ അയച്ചു കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നെ സൂക്ഷിച്ചിരുന്നാൽ നമുക്ക് അത് ഉപയോഗപ്രദമാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം 1 വർഷത്തോളം ആവുന്നു ഞാൻ ഈ വീഡിയോ ഒക്കെ ടെക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം കോവിഡ് ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളുമായിട്ട് നല്ല തിരക്കിലാണ്. അപ്പോൾ ഇപ്പോഴും ഡ്യൂട്ടി സമയമാണ്. അപ്പം
അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തിയത്. അപ്പം ഇതെങ്ങനെ പറയാൻ പറ്റത്തില്ല, എനിക്ക് എന്നിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാരണം കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പം കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസും അതുപോലെ തന്നെ പേഴ്സണൽ റീസൺസും ഫാമിലി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കോവിഡിൻ്റെ ഇതൊക്കെ ഒന്ന് ശാന്തമായതിന് ശേഷമേ ചെയ്യാൻ പറ്റൂ. കാരണം നമ്മളും ജീവിക്കുന്നത് ഈ നാട്ടിലാണ്, അപ്പോൾ നമ്മളുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മളും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇത്രയും ഒരു ഇതിൽ എന്നെ വീഡിയോ ഇടാൻ തന്നെ കാരണം ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അത്രയും നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആക്ച്വലി പോയി ക്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗപ്പെടുത്തുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ജിമിൻ സൈനിങ് ഓഫ് ഫ്രം മല്ലു ടെക് ടോക്സ്. സയനര.